പത്തനംതിട്ട കോക്കാത്തോട് സ്കൂളിൽ പോകാൻ വാഹനമില്ലാത്തതിനെ തുടർന്ന് ആദിവാസി വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടങ്ങി. 7 മാസത്തെ പണം നൽകാതെ സർവീസ് നടത്താനാകില്ലെന്നാണ് വാഹന ഉടമയുടെ നിലപാട്. ഡീസൽ അടിക്കാൻ പോലും പണമില്ലെന്നും ഇത്രയും ദിവസം സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയെന്നും വാഹന ഉടമ പറയുകയാണ്. സ്കൂളിൽ ഭയങ്കര ദൂരമൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് മാമൻ വണ്ടിക്കൂലി കിട്ടാതെ വരുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് സ്കൂളിൽ പോയി പഠിക്കാനൊന്നും ആഗ്രഹമുണ്ട്. നടന്നു പോയിട്ടുണ്ടെങ്കിൽ ദൂരമാ, പിന്നെ വന്യമൃഗങ്ങൾ കാരണം ഞങ്ങൾക്ക് നടന്നു പോകാൻ ഭയങ്കര പേടിയാണ്. വണ്ടി വരാത്ത എന്താന്ന് ഞങ്ങൾ തിരക്കിയപ്പം വണ്ടിക്കൂലി കിട്ടിയില്ല. അതുകൊണ്ട് ഇനി വണ്ടിക്കൂലി കിട്ടിയിട്ടേ വണ്ടി ഓടുന്നുള്ളെന്ന് ആ വണ്ടിയുടെ ഉടയൻ പറഞ്ഞു. വണ്ടി വരാത്തോണ്ട് ദൂരെ നിന്ന് നടന്നു പോകാൻ വയ്യാത്തോണ്ട് കൊണ്ടുപോകുന്നില്ല. വലിയ മൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഒരുപാടുള്ളതാണ്. അജീഷ് അജീഷ് ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ചെറിയ കാര്യമല്ല, കുഞ്ഞുങ്ങളുടെ പഠിത്തം മുടങ്ങുന്ന പരിപാടിയാണ്. ഈ വാഹന ഉടമയ്ക്ക് പണം നൽകേണ്ടവർ ആരാണ് അജീഷ്? ഹാഷ്മി, എന്തായാലും ഈ ട്രൈബൽ വകുപ്പാണ് വാഹന ഉടമയ്ക്ക് പണം നൽകേണ്ടത്. അതായത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു സർക്കാർ ഈ വിദ്യാവാഹിനി എന്നൊരു പദ്ധതി നടപ്പിലാക്കിയത്. അതായത് ഇത്തരത്തിൽ ആദിവാസി ഊരുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ അവരെ സർക്കാർ പണം നൽകി. അതായത് അവിടുത്തെ ഏതെങ്കിലും വാഹന ഉടമ സർക്കാരുമായി കരാറിലേർപ്പെട്ട് രാവിലെയും വൈകിട്ടും കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുക, അതേപോലെ തന്നെ തിരിച്ച് ഈ ഊരുകളിലേക്ക് കൊണ്ടുചെന്നാക്കുക. അതിനൊരു തുക നിശ്ചയിക്കും. ആ തുക സർക്കാർ പിന്നീട് നൽകും. ഇതായിരുന്നു വിദ്യാവാഹിനി പദ്ധതി. ഈ ആദിവാസി ഊരുകളിലെ കുട്ടികളുടെ കൊഴിഞ്ഞു പോക്കടക്കം തടയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കിയത്. അങ്ങനെയാണ് ഈ അരുവാപ്പുലം പഞ്ചായത്തിലെ കൊക്കാത്തോട് സ്കൂളിലും ഇങ്ങനെ ഒരു ജിത്തു എന്നാണ് ആ ഡ്രൈവറുടെ പേര്. അദ്ദേഹം ട്രൈബൽ വകുപ്പുമായി കരാറിൽ ഏർപ്പെടുകയും 1100 രൂപ പ്രതിദിനം, രാവിലെ 550, വൈകിട്ട് 550 രൂപ, അങ്ങനെയായിരുന്നു കരാറിലേർപ്പെട്ട തുക. അങ്ങനെ കഴിഞ്ഞ കുറേ മാസങ്ങളായി ജിത്തു ആയിരുന്നു ഈ കൊക്കാത്തോട് സ്കൂളിലെ 20 കുട്ടികളെ, അത് 3 ആദിവാസി ഊരുകളിലെ കുട്ടികളെയാണ്, അതായത് കാട്ടാത്തിപ്പാറ, ഒരേക്കർ, കോട്ടംപാറ എന്നീ ട്രൈബൽ പ്രദേശങ്ങളിലെ കുട്ടികളെയാണ് ഇദ്ദേഹം സ്കൂളിൽ കൊണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വിദ്യാവാഹിനി പദ്ധതിയിൽ ഈ ഫണ്ട് പല സമയത്തും തടസ്സം നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യസമയത്ത് ഈ ഫണ്ട് കിട്ടാത്തത് കൊണ്ട് ഈ വാഹന ഉടമയ്ക്ക് അത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിക്കൊണ്ടാണ് കഴിഞ്ഞ 5-6 മാസമായി ഇദ്ദേഹം ഈ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയത്. പിന്നീട് ഏതാണ്ട് 2-2.5 ലക്ഷത്തോളം രൂപ ഇനി ഈ ജിത്തുവിന് കൊടുക്കാനുണ്ട് ട്രൈബൽ വകുപ്പ്. ഇത് പലതവണ ഓഫീസിൽ കയറി ഇറങ്ങിയിരുന്നെങ്കിലും പണം കിട്ടിയിട്ടില്ല. എന്തായാലും സർക്കാർ ട്രൈബൽ വകുപ്പിന് ഫണ്ട് നൽകുന്നില്ലെന്നാണ് ട്രൈബൽ വകുപ്പ് പറയുന്നത്. അത് കിട്ടിയാൽ മാത്രമേ ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. ഈ കുട്ടികളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അതായത് മാമൻ വന്നില്ല, അതുകൊണ്ട് കഴിഞ്ഞ 3-4 ദിവസമായി സ്കൂളിൽ പോയില്ല, മാമൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നാണ് കുട്ടികൾ പറയുന്നത്. എന്തായാലും ഇന്നസെൻ്റായ കുട്ടികൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും, 3-4 ദിവസമായി ഈ മേഖലയിൽ കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല. നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. രക്ഷിതാക്കളൊക്കെ തന്നെ വളരെയധികം സാധാരണക്കാരാണ്. അതുകൊണ്ട് അവർക്ക് സ്വന്തം കയ്യിലെ പൈസ മുടക്കിയൊന്നും സ്കൂളിൽ വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും കുട്ടികളുടെ പഠിപ്പാണ് ഇങ്ങനെ സർക്കാരിൻ്റെ ഫണ്ടില്ലാത്തത് മൂലം തടസ്സപ്പെടുന്നത്. ഓക്കെ, അജീഷ് ശിവകുമാറാണ്. എത്രയും പെട്ടെന്ന് ആ പണം കൊടുക്കാനുള്ള പണം കൊടുക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളുടെ പഠിപ്പ് മുടങ്ങി പോവുക, ഇവർക്ക് പൈസ കൊടുക്കേണ്ടവർ പൈസ കൊടുക്കാത്തത് കാരണം എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്, അങ്ങേയറ്റം കഷ്ടമാണ്. അത് അടിയന്തരമായി ചെയ്യണം.